ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എനിക്ക് 3 മണിക്കൊരു ഫോൺ വന്നേ, ആപ്പവും ഇടിയപ്പവും ഓർഡറാണ്. അപ്പോൾ 3 മണിക്ക് വന്നപ്പോൾ എനിക്ക് ഒരേ ടെൻഷനായിരുന്നു. കാരണം ആപ്പത്തിന് മാവില്ലല്ലോ. അപ്പോൾ ഇനി അരി വെള്ളത്തിലിട്ടല്ലേ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അരിയെ വെള്ളത്തിൽ ഞാൻ ഇട്ടായിരുന്നേ. വെള്ളത്തിലിട്ടിട്ട് ഇടിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്ന് വെള്ളം തിളച്ചതും ഉടനെ തന്നെ മാവ് കിണ്ടിയേ. മാവ് വേറൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം നല്ല തിളച്ച വെള്ളത്തിൽ കിണ്ടിയാൽ മതിയെ, ഒന്നും ചെയ്യില്ല. എല്ലാവരും പറയുന്ന ഇടിയപ്പത്തിന് നല്ല ഉറട്ടിക്കൊക്കെ ഞവടും പോലെ ഞവടണം. അങ്ങനെയൊന്നും ഞവടണ്ട. ഇതുപോലെ നന്നായിട്ട് ഞവടി വെള്ളം വീത്തി കുഴച്ചെടുത്തിട്ട് കുറച്ച് എണ്ണ പേരിന് കുറച്ച് വീത്തിയാൽ മതി. കാരണം നമ്മൾ മാവ് കയ്യിലെടുക്കുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ചൂടോടെ തന്നെയാണ് ഞാൻ അച്ചിൽ വെച്ചതാ കണ്ട, ഇതുപോലെ അച്ചിൽ വെച്ച് ആ ചൂടോടെ കാരണം നമ്മൾ ഈ അച്ചിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പം തുണിയൊക്കെ ചുറ്റിയിട്ടാണ് ഞാൻ ഇടിയപ്പം പീച്ചണത്. ഇന്ന് പിന്നെ പെട്ടെന്നായതുകൊണ്ട് ചൂടൊന്നും കൈക്ക് വലുതായിട്ട് തോന്നിയില്ല. കണ്ട, എന്നിട്ട് ആ ചൂടോടെയാണ് ഞാൻ പീച്ചുന്നത്. പക്ഷേ തണുക്കാനുള്ള ടൈം എനിക്കില്ല. 6 മണിക്ക് 2 സാധനവും കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ നിന്നത്. എന്നിട്ട് ഞാൻ ഇടിയപ്പവും അവിച്ച് നല്ല അടിപൊളി ഇടിയപ്പമായിരുന്നു. നല്ല വെള്ള കളറും നല്ല സോഫ്റ്റായിരിക്കും ഇടിയപ്പം. പെട്ടെന്ന് വേവുകയും ചെയ്യും. കാരണം ഇങ്ങനെ വെച്ച് വേവിക്കുമ്പോഴേ പെട്ടെന്ന് ഇടിയപ്പം ആവുകയും. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പിന്നെ ആപ്പത്തിൻ്റെ മാവൊക്കെ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി തീർന്നതിന് ശേഷം, കാരണം വീഡിയോ എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. കണ്ട, അടിപൊളി ഇടിയപ്പമാണ്. നല്ല വെള്ള കളർ, നല്ല സോഫ്റ്റാണ് ഇടിയപ്പം. എന്നിട്ട് ഇതിൻ്റെ ജോലി തീർന്ന ഉടനെ ഞാൻ പിന്നെ മാവ് കലക്കി, കുറച്ച് പുളിച്ച മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ മാവ് ഈ മാവിലേക്ക് എടുത്ത് വീത്തിയിട്ട് പെട്ടെന്ന് അപ്പം ഉണ്ടായി. അപ്പോൾ നല്ല അൽഹംദുലില്ലാ നല്ല അപ്പമായിരുന്നു, നല്ല സോഫ്റ്റ് അപ്പമായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ അപ്പം ചുട്ട് ഇടിയപ്പമായിട്ട് റെഡിയാക്കി കൊടുത്തിട്ട് ബാക്കി കുറച്ച് മാവുണ്ട്. ഈ മാവ് ഇന്ന് ഞാൻ 1 മണിക്കൂർ കൂടെ വെളിയിൽ വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ പുളിക്കുമ്പോഴേ അടുത്ത മാവ് എനിക്ക് റെഡിയാക്കുമ്പോഴത്തെ ഈ മാവ് എടുത്ത് വീത്തിയാണ് ഞാൻ അപ്പം ചുടുന്നത്.